കൈയും കൊണ്ട് പിടിച്ചവൻ അഗ്രസീവായിട്ടോ നല്ല രീതിയിൽ. ഇവന്മാർ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറക്കി വിടാം. ഇതിൻ്റെ അകത്ത് ഇവന്മാർ ഇടന്നോളും. കുറച്ച് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മോൺസ്റ്റർ ഫിഷുകളായ അലിഗേറ്ററുകാരനെയും നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിനെ ഒരുമിച്ചിരുന്ന വീഡിയോ കേട്ടോ. അപ്പൊ നമ്മുടെ പഴയ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ. അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇന്ന് നമ്മൾ അവന്മാരെ മാറ്റുക. അതുപോലെ തന്നെ അക്വറിയങ്ങളുടെ അവന്മാർക്ക് തിന്നാൻ വേണ്ടി കുറച്ച് ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാർപ്പിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പോയി മേടിക്കുക, അവന്മാർക്ക് ഫീഡായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവന്മാർക്ക് നിറച്ചും ലൈഫ് ഫീഡ് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അവന്മാർ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടെ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് ബോക്സിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് കഴുകിയാൽ മതി. ഇവന്മാർ രണ്ടുപേരും ഇവിടുന്ന് മാറ്റണം. ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വെക്കാൻ പോകുന്നത്. ഈ 2-3 കവർ കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇവന്മാർ രണ്ടുപേരെയും ഒരുമിച്ചിടാം. അപ്പോൾ ഇവന്മാർക്ക് ഫീഡ് ഒന്ന് കൊടുക്കാം, കാരണം രാവിലെയാണ് നല്ല രീതിയിൽ വിശന്ന് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇവൻ്റെ താഴെ ഉണ്ട് കേട്ടോ. വെള്ളം വാട്ടർ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ഈ ടാങ്കിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അലിഗേറ്റർകാരൻ്റെ ടാങ്കിൽ വെള്ളം മൊത്തം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് കൈയും കൊണ്ട് പിടിച്ചവൻ അഗ്രസീവായിട്ടോ നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് വലയെടുത്തിട്ട് വലയും കൊണ്ടൊന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ നമ്മളത് വല കിട്ടിയിട്ടുണ്ട്. വലയും കൊണ്ട് പിടിച്ചിട്ട് ഈ ബേസിനിലേക്ക് നമുക്ക് മാറ്റിയിടാം. വെയിലാണ്, ഈ വെയിലത്തുനിന്ന് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇവനെ പയ്യെ ഈ വലയിലേക്ക് ഇട്ടാം. ആള് നല്ല പിടക്കലാട്ടോ, എടുത്ത് ചാടാതിരിക്കും. പയ്യെ നീക്കിയിട്ട് ഈ തണലത്തേക്ക് വെക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം മാറാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിൻ്റെയാണ്. ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ട്. പക്ഷെ അലിഗേറ്റർകാരന് നല്ല പേടി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം മൊത്തം ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് പിടിച്ചു മാറ്റാം. നമ്മുടെ കണക്കൂട്ടലുകൾ കുറച്ച് തെറ്റിപ്പോയിട്ടോ. ഇവരല്ല ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഇച്ചിരിയോടെ നീക്കിയായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങ് തള്ളി കയറിപ്പോയേനെ. പക്ഷേ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ വെള്ളം മാറ്റുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പൈപ്പ് ഓണാക്കിയിട്ട് വെള്ളം നിറയ്ക്കാം. ആ വെള്ളം നിറഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് അക്വേറിയം കടയിൽ പോയിട്ട് മീനുകളെ മേടിച്ചിട്ട് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ അലിഗേറ്റർകാരൻ്റെയും നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിൻ്റെ പുതിയ ടാങ്കായിട്ട് ഇതാണ്. അപ്പോൾ ഇത് ഇവന്മാരെ നമ്മുടെ വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവന്മാർ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറക്കി വിടാം. ഇതിൻ്റെ അകത്ത് ഇവന്മാർ ഇടന്നോളും. കുറച്ച് റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിനെയും കൂടി മേടിക്കണം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ ടാങ്കിലേക്ക് നമ്മൾ 2 പേരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മീനുകളെ മേടിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മീനുകളെ മേടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളിത് ഇവിടേക്ക് കയറ്റിയിട്ട് ഈ ടാങ്കിലെ പകുതി വെള്ളം നമ്മൾ മാറ്റിയിട്ട് ഇതങ്ങ് നീക്കി വെച്ച് ഈ ഫ്രിഡ്ജ് ബോക്സ് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഗോൾഡ് ഫിഷിനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കാകെ 4 ഗോൾഡ് ഫിഷിനായിട്ട് കിട്ടിയുള്ളൂ. വേറെ ഒന്നുമല്ല, ആ ചേട്ടൻ അവിടെ കട അടയ്ക്കാൻ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് എടുത്തുകൊണ്ട് വന്നതാണ് 4 ഗോൾഡ് ഫിഷ്. അപ്പോൾ തൽക്കാലം ഇവന്മാർ ഇതിൻ്റെ അകത്ത് ഇവന്മാർക്ക് ഫീഡായിട്ട് കൊടുക്കാം. ഇവന്മാർ പിടിച്ച് കഴിച്ചോളും. ഇവന്മാരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെയിൽ ക്യാറ്റ്ഫിഷ് കൊണ്ട് നമ്മുടെ അലിഗേറ്റർകാർ ഇവന്മാരെ പിടിച്ച് നിന്നോളും, ഇതിൻ്റെ അകത്ത് ഇടുന്നോളും. നമ്മൾ കുറച്ച് മീനുകളെയും കൂടി ഗോൾഡ് ഫിഷുകളെയും കൂടി ഫീഡിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മോൺസ്റ്ററുകളൊക്കെ ഒരുമിച്ചിരുന്ന ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. തുടർന്ന് നമ്മുടെ ചാനലിൽ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോൺസ്റ്റർ ഫിഷുകളെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. നേരെ കയറുക, നല്ല നല്ല പേരുകൾ കമന്റ് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.